പല ആളുകളുടെയും ഒരു വിചാരമുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ കഷ്ടം അനുഭവിക്കുന്നത് നമ്മളാണ്. മറ്റാരുടെയും കഷ്ടങ്ങളിലേക്ക് നോക്കുവാനോ അവരുടെ കഷ്ടങ്ങളുടെ ആഴങ്ങൾ കണ്ടെത്തുവാനോ മനസ്സിലാക്കാനോ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ കഷ്ടങ്ങൾ മാത്രം ഒത്തിരി വലുതാണെന്നും ഭാരമുള്ളതാണെന്നും തോന്നുന്നത്. നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യം വായിക്കട്ടെ. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർ, യൂദ ഒഴികെ ബാക്കിയുണ്ടായിരുന്ന 11 പേർ ഒരുമിച്ച് കൂടി ഒരു മുറിക്കകത്ത് കതകടച്ചിരിക്കുകയായിരുന്നു. എപ്പോഴും തോമസ് അവിടെ ഇല്ലായിരുന്നു. തോമസ് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ആ വിലാപ്പുറത്ത് വിരൽ ഇട്ട് നോക്കി എനിക്ക് വ്യക്തിപരമായി തിരിച്ചറിയാതെ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. തോമസിൻ്റെ അവിശ്വാസം കർത്താവ് കണക്കിട്ടില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് വീണ്ടും അവിടെ പ്രത്യക്ഷനായി തോമസിനെ ഉറപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഹിറ്റ്ലറുടെ ഏറ്റവും കിരാതമായ നടപടി യഹൂദനെതിരെ ഉണ്ടായ ഒരു സമയം. 100 അല്ല ലക്ഷക്കണക്കിന് ആളുകളെ ഒന്നിച്ച് അടച്ചിട്ട ചില സ്ഥലങ്ങളിലേക്ക്, അതായത് ചേംബർ എന്നതിന് അവർ പേരിട്ടേക്കുന്നത് ഗ്യാസ് ചേംബർ, അതിനകത്തേക്ക് വിഷവായു കടത്തിവിട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന ഒരനുഭവം. അങ്ങനെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് തടവറയിലായിരുന്ന ദിവസവും അന്നന്ന് തനിക്ക് നേരിടുന്ന കഷ്ടങ്ങളും പങ്കപ്പാടുകളുമൊക്കെ ഒരു പോളിഷ് വൈദികൻ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ തടവുകളിൽ കിടന്ന കാലത്ത് എഴുതി സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ സഹതടവുകാർ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഡയറി ശൂന്യമായിരിക്കുന്നത് കണ്ടു. അപ്പോൾ ചോദിച്ചു, എന്തുപറ്റി, താങ്കളുടെ ഡയറി ഇന്ന് ശൂന്യമായിരിക്കുന്നല്ലോ, എഴുത്ത് നിർത്തിയോ? അദ്ദേഹം പറഞ്ഞു, ഇന്നലെ ഞാൻ ഒരു ദർശനം കണ്ടു. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രൂപം, തൻ്റെ ശരീരത്തിൽ പറഞ്ഞു കയറിയ മുള്ളുകൾ, മുറിപ്പാടുകൾ, അടിയേറ്റ പാടുകൾ, ചാട്ടവാർ കൊണ്ട് ഉഴവുചാലുകൊണ്ട് കീറുന്നത് പോലെ കീറി മുറിച്ച ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഞാൻ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കഷ്ടം ഒന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നുകൂടെ പറയാം, ആ കഷ്ടങ്ങൾ മുഴുവൻ സഹിച്ചത് നമുക്ക് വേണ്ടിയായിരുന്നു, നമുക്ക് സൗഖ്യം നൽകുവാൻ, നമുക്ക് നിത്യജീവൻ നൽകുവാനായിരുന്നുവെന്ന് ഒരു ബോധ്യം നമ്മെ ഭരിക്കുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ സാരമില്ല എന്ന് എണ്ണാൻ തുടങ്ങും. നമുക്കതിന് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്, മറ്റുള്ളവർക്ക് പ്രചോദനമാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, എല്ലാ പ്രിയമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ മാത്രം വെച്ച് മറ്റുള്ളവരെ തുലനം ചെയ്യാതെ അങ്ങ് കാൽവർ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകൾ, അങ്ങയുടെ ക്രൂശീകരണ സമയത്ത് അങ്ങ് അനുഭവിച്ച വേദനകളും മുറിവുകളും ഞങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ വലുതായിരുന്നു തിരിച്ചറിഞ്ഞു അങ്ങേ ശരണപ്പെട്ട് ധൈര്യത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.